മോർണിംഗ് സോങ് വരുന്നതിന് മുന്നേ ഗാർഡൻ ഏരിയയിൽ ഇരിക്കുന്ന അനീഷുമായി സംസാരിച്ചു കൊണ്ടിരിക്കുകയായിരുന്നു നൂറ. ആ സമയം അനീഷ് നൂറയോട് പറഞ്ഞു, ഫാമിലി റൗണ്ടിൽ നിങ്ങളുടെ ഫാമിലി വരുമെന്ന് ഞാൻ ഒരുപാട് പ്രതീക്ഷിച്ചിരുന്നു എന്ന്. ഇത് കേട്ടപ്പോൾ നൂറ തിരിച്ചു പറഞ്ഞു, ചേട്ടൻ പറഞ്ഞ് ഞങ്ങളും ഒരുപാട് പ്രതീക്ഷിച്ചു നിൽക്കുകയായിരുന്നു. ആരെങ്കിലും വീട്ടിൽ നിന്ന് വരുമെന്നുള്ള പ്രതീക്ഷയിൽ തന്നെയായിരുന്നു ഇരുന്നത്. എന്നാൽ അതൊന്നും സംഭവിച്ചില്ല എന്നാണ് നൂറ പറഞ്ഞിരിക്കുന്നത്. എൻ്റെ ഉമ്മ പൊതുവെ ഒരുപാട് ദേഷ്യവും വാശിയും മനസ്സിൽ കൊണ്ട് നടക്കുന്ന വ്യക്തിയാണ്. അതുകൊണ്ട് തന്നെ ഒന്നും അത്ര പെട്ടെന്നൊന്നും മറക്കാനും ക്ഷമിക്കാനും കഴിയില്ല. അവർ ഇന്നുവരെ അവരുടെ മകളുടെ മനസ്സ് മനസ്സിലാക്കാൻ പോലും ശ്രമിച്ചിട്ടില്ല. ഇത് കേട്ടപ്പോൾ അനീഷ് പറഞ്ഞു, പതുക്കെ എല്ലാം ശരിയാകും, ടെൻഷൻ ആകണ്ട എന്ന്. അപ്പോൾ നൂറ പറഞ്ഞു, എപ്പോൾ ശരിയാകാൻ ചേട്ടാ, അപ്പോഴേക്ക് സമയവും കാലവുമെല്ലാം ഒരുപാട് കടന്നു പോകും. അപ്പോൾ അനീഷ് പറഞ്ഞു, എന്തായാലും ഇപ്പോൾ നിങ്ങളെ അവർ ഉപദ്രവിക്കുന്നൊന്നുമില്ലല്ലോ, നിങ്ങളുടെ കാര്യത്തിലൊന്നും ഇടപെടാനൊന്നും വരുന്നില്ലല്ലോ, അതുതന്നെയല്ലേ ഏറ്റവും വലിയ കാര്യം എന്നാണ് അനീഷ് പറഞ്ഞിരിക്കുന്നത്. നൂറയോട് അനീഷ് ചോദിച്ചു, ബിഗ് ബോസ് നിങ്ങളുടെ വീട്ടുകാർ കാണുന്ന പ്രോഗ്രാമാണോ എന്ന്. ആ സമയം നൂറ പറഞ്ഞു, തീർച്ചയായും അവർ കാണാറുള്ള പ്രോഗ്രാം തന്നെയാണെന്ന്. അപ്പോൾ അനീഷ് പറഞ്ഞു, അങ്ങനെയെങ്കിൽ അവർ നിങ്ങളുടെ ജീവിതം അവിടെ നിന്ന് കാണുന്നുണ്ടാകും. അതുകൊണ്ട് തന്നെ എല്ലാത്തിനും ഒരു മാറ്റം ഉടനെ തന്നെ സംഭവിക്കും. എല്ലാം ഓക്കെയായി നിങ്ങൾക്ക് കുടുംബത്തോടൊപ്പം ജീവിക്കാനുള്ള അനുഗ്രഹം ദൈവം തരട്ടെ എന്നായിരുന്നു അനീഷ് നൂറയോട് പറഞ്ഞിരിക്കുന്നത്. നിങ്ങൾക്ക് ബിബിയുടെ പുതിയ അപ്ഡേറ്റ്സ് അറിയുവാൻ താല്പര്യമുണ്ടെങ്കിൽ എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക.